ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് NS400 റിവ്യൂലാണ്. നിങ്ങൾക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിപ്പോഴത്തെ വണ്ടി തന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള പൂങ്കുന്നത്തുള്ള ഗ്രാൻഡ് ബജാജാണ്. അപ്പോൾ ബജാജിന് വലിയ താങ്ക്സ് ഉണ്ട്. നമുക്ക് വണ്ടി അധികം ഓടിക്കാൻ കിട്ടിയ ടെസ്റ്റ് ഡ്രൈവ് ചെറുതൊക്കെ കിട്ടിയിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയുക, ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നും പോസിബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ പെർമിഷനായിട്ട് ഇപ്പോൾ നമുക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ മെയിൻ ബ്രാഞ്ച് സംതിങ് അവിടെ വരുന്നത് പാലക്കാട് എവിടെയാണ്. അപ്പോൾ എറണാകുളം പാലക്കാട് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുന്നതാണ് എൻ്റെ ഒരു ധാരണ. അതിപ്പോൾ എത്രത്തോളം ശരിയുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ NS400 റിവ്യൂയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് കാണാം. ഒരു സഡ് ഷേപ്പിലാണ് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അപ്പോൾ ഈ പ്രൊജക്ടർ ലാമ്പ് എത്രത്തോളം നമുക്ക് വെട്ടം കിട്ടുന്നുള്ളത് നൈറ്റിൽ ഓടിച്ചാണ് നമുക്ക് ഇപ്പോൾ കാണുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാനിപ്പോൾ നിർത്തിയിട്ട് ഇവിടെ നിന്ന് പാസുകളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം വിസിബിളാണ്. താഴത്തുള്ളതൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ത്രോ ഉണ്ട്. ഹൈ ബീം ഇട്ട് ഓടിക്കുകയായാലും നമുക്ക് അത്യാവശ്യം നല്ല ത്രോ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്രണ്ട് ഫേസിൽ തന്നെ നമുക്കൊരു USD വർക്ക് കാണാം. ഈ സംഭവം നമ്മൾ നമ്മുടെ സാധാരണ NS-ൽ വേണമെന്ന് വിചാരിച്ച സംഭവമായിരുന്നു, ഗോൾഡൻ USD വർക്ക്. ഇതിപ്പോൾ NS400-ലാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. 400C എന്നാണ് അവർ വണ്ടീനെ പേര് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തി കൊണ്ട് ഓടിക്കാൻ പറ്റും, ഹെഡ്ലൈറ്റ് ഓഫാക്കി കൊണ്ട് ഓടിക്കാൻ പറ്റും. ഈ DR-ൽ മാത്രം കത്തി കിടന്നിട്ടുള്ളൊരു ആ ഒരു ഫോമിൽ നമുക്ക് ഓടിക്കാനും പറ്റും. ഫ്രണ്ട് ടയറിലൊക്കെ സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 110 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മഡ് ഫ്ലാപ്പ് തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ പുതിയൊരു ഹാൻഡിൽ വന്നിട്ടുണ്ട്, പുതിയൊരു ഹാൻഡിൽ ബാർ ഞാൻ ഓടിച്ച് നോക്കി. അത്യാവശ്യം കംഫർട്ടബിളാണ്. നമുക്ക് എന്താ പറയുക, സീറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല കുഷൻ ഉണ്ട്. സാധാരണ NS-ലൊക്കെ വെച്ച് നോക്കുമ്പോൾ NS-ൻ്റെ ഷീറ്റൊക്കെ അത്യാവശ്യം ഹാർഡായിരുന്നു, നമുക്ക് അത്യാവശ്യം സ്റ്റിഫായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ നിതംബങ്ങൾക്കൊക്കെ അത്യാവശ്യം വേദനകൾ ഉണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടുള്ളതാണ്. സ്വിച്ചസിലേക്ക് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, മീറ്ററിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ പോലെ അല്ല, ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പീഡ് കാണിക്കും, ടാക്കോമീറ്റർ സ്പീഡ്, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഇവിടെ സൈഡ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്, അതിൻ്റെയാണ്. പിന്നെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, കിലോമീറ്റർ, 4 മോഡ് വരുന്നുണ്ട്: റോഡ്, സ്പോർട്സ്, റെയിൻ, ഓഫ് റോഡ്. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ എന്താ പറയുക, നമ്മൾ NS-ൽ വേണമെന്ന് വിചാരിച്ചിരുന്ന, NS200-ൽ വേണമെന്ന് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് NS400 മെയിൻ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഡൊമിനാർ 400-ൻ്റെ മിറേഴ്സാണ് നമുക്കിപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മിറേഴ്സ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സ്വിച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, അവിടെ തന്നെയാണ് ബ്രൈറ്റും വരുന്നത്. പിന്നെ അവിടെ നമ്മുടെ മീറ്ററിലെ നമ്മുടെ മോഡുകൾ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോ സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് പറയാം, ക്വാളിറ്റിയൊക്കെ. ഫോൺ വരുന്നുണ്ട്, ഇന്ന് അതിനുള്ള വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ നമുക്കൊരു ഇൻബിൽഡായിട്ടൊരു ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്, കാണാൻ സാധിക്കുന്നു. ഇൻബിൽഡായിട്ടൊരു ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഹസാർഡ് കത്തും. നമ്മുടെ പുതിയ തരം ഇൻഡിക്കേറ്ററാണ്, ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ NS-ലും സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ കിൽ സ്വിച്ച്, നമ്മുടെ ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ തന്നെയാണ് ഇൻബിൽഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിച്ച്. നമ്മുടെ ഹെഡ്ലൈറ്റ് കത്തി കൊണ്ട് ഓടിക്കാം, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഓഫ് ആയിക്കൊണ്ട് നമുക്ക് DR-ൽ മാത്രം കത്തിച്ചുകൊണ്ട് ഓടിക്കാം എന്ന് പറഞ്ഞ കാര്യം. പിന്നെ നമുക്ക് ഇവിടെ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ Type-C ഒന്നുമില്ല. Type-C കൊടുക്കാമായിരുന്നു, കുഴപ്പമില്ല. ബഡ്ജറ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ടയർ സെക്ഷനിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു 320 എമൗണ്ട് ഒരു ഡിസ്ക് കാണും. 320 സൈസുള്ള ഒരു ഡിസ്ക്. NS-ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NS-ൽ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനത്തെ കുറച്ചും കൂടി ബ്രേക്കിംഗ് കപ്പാസിറ്റി കൂടിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നെങ്കിൽ എന്നുകൊണ്ട്. ഇതിൻ്റെ പിന്നെ കാലിബേഴ്സൊക്കെ വന്നത് ഗ്രാമേക്കേടാണ്, എല്ലാവർക്കും അറിയാം. നമുക്ക് പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് എന്താ പറയുക, ഡയറക്റ്റായിട്ട് നമ്മുടെ റിമുമേ കണക്ട് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ അലോയ്സുമേ കണക്ട് ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. സാധാരണ മറ്റേ NS-ലൊക്കെ വന്നിരുന്ന പോലെ
ഒരു നമ്മുടെ ഡ്യൂക്കിലൊക്കെ വന്നിരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നമ്മുടെ NS-ലും NS 400cc വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈറ്റ് ഉണ്ട്, ഞാൻ ഓടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ടാങ്കിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും NS-ൻ്റെ സെയിം ടാങ്ക് തന്നെയാണ്, 12 ലിറ്റർ കപ്പാസിറ്റി സെയിം ടാങ്ക് തന്നെയാണ്. ഇവിടെ E20 എന്നൊക്കെ മേടിക്കാൻ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു പീസ് കാണാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. നമ്മുടെ എന്താ പറയുക, ഈ ഒരു പീസ് വന്ന കാരണമാണ് നമുക്കൊരു കുറച്ചൊരു വണ്ടിൻ്റെ ബൾക്കിനെസ് കൂടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഡൊമിനാറിലൊക്കെ ആ പീസ് വന്നിട്ടുണ്ട്. ആ പീസല്ല, ഡൊമിനാറിൽ അതുപോലെ നമ്മുടെ റേഡിയേറ്റർ വലിയ കൂളറിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സൈസിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഡൊമിനാറിൻ്റെ പോലെ തന്നെയാണ് ഇതിലും വെച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 400cc വണ്ടിയില്ല, ആ CCക്ക് പറ്റിയൊരു കൂളൻ്റുകളൊക്കെ വേണം, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഈ പീസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഒലിച്ച് വന്നിട്ടുള്ള പോലെ അങ്ങനെ വേണം പറയാം. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ക്രാഷ് കാർഡൊക്കെ ഈ പറഞ്ഞ പോലെയാണ് കഥയില്ല, അതുമാതിരി ആഫ്റ്റർ മാർക്കറ്റ് അങ്ങനെ നല്ലൊരു ക്രാഷ് കാർഡ് മേടിച്ച് വയ്ക്കാനേ ഞാൻ പറയുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ നോർമൽ യൂസിനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ അഥവാ വല്ല വീഴ്ച വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ ഡൊമിനാറിലൊക്കെ വന്നിരിക്കുന്ന പോലെ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു ക്രാഷ് കാർഡ് കൊടുക്കാമായിരുന്നു. CT110 വരെ അത്യാവശ്യം നല്ലൊരു ക്രാഷ് കാർഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വിലയുള്ള, അത്യാവശ്യം സൈസുള്ള ഒരു ക്രാഷ് കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്കിലും കുറച്ചും കൂടി സൈസുള്ളൊരു ക്രാഷ് കാർഡ് കൊടുക്കാമായിരുന്നു. പിന്നെ എൻ്റെ സൈലൻസറുകളിലൊക്കെ കാണാം ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ കാണാം, അതുപോലെ അണ്ടർബെല്ലിയായിട്ടാണ് എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഡാഷ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ വണ്ടിക്ക് അതൊരു അത്യാവശ്യമാണ്. നമ്മുടെ ഡൊമിനാറെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഡൊമിനാറിനായാലും ഈ സാധനം കൊടുത്തിട്ടുണ്ട്, ഡാഷ് ലൈറ്റ് അല്ലെങ്കിൽ ക്രാഷ് കാർഡ്, അണ്ടർബെല്ലി ക്രാഷ് കാർഡ് എന്ന് പറയാം. ഈ സാധനം അതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും വേണമെങ്കിൽ ബജാജിന് കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കുക എന്നുള്ളൂ. കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് പറഞ്ഞ് എന്താ പറയുക സമാധാനിക്കാമെന്ന് തന്നെ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഫുഡ് പക്ക് കാര്യങ്ങളൊക്കെ കാണാം, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. NS-ൽ വന്നിരിക്കുന്ന സെയിം സാധനം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതെ, NS-ൽ വന്നിരിക്കുന്ന സെയിം സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വണ്ടി മേടിക്കാൻ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോഴേക്ക് നമുക്ക് ഈ സംഭവം ഉണ്ടോ നോക്കുക. ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസ് ഉണ്ടാവില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസ് ഉണ്ടാവില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം അത് കിട്ടാൻ വല്ല ചാൻസ് കുറവാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്, ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല, ബാക്ക് അഡ്ജസ്റ്റബിൾ ആണ്. 43 mm ട്രാവലുള്ള ഫ്രണ്ടിലത്തെ USD ഫോർക്ക് കാണാം, നമുക്കെല്ലാം കാണാം. USD ഫോർക്ക് വന്നപ്പോൾ പിന്നെ വണ്ടിക്ക് അത്യാവശ്യം എന്താ പറയുക ബൾക്കിനെസ് തോന്നിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ടിപ്പിക്കൽ NS, ടിപ്പിക്കൽ ബജാജ്, നമ്മുടെ പൾസർ, മീനയ ആ സംഭവം തന്നെ. പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബ്രേക്കിലൊക്കെ കാണാം, ഈ സെയിം സാധനം തന്നെയാണ് NS-ൽ വന്നിരിക്കുന്നത്. അതുപോലെ പൾസറിൽ ഇതൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കാണാം, നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറുകളൊക്കെ കാണാം, സെയിം NS-ൻ്റെ പോലെ തന്നെയാണ്. കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ സീറ്റ് കവള്, ഈ ഒരു സംഭവം ഈ പീസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഒരു ചെറിയൊരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അത് NS-ൻ്റെ സെയിം പീസല്ല, ഇവിടെ ചെറിയ എയർ ഇൻടേക്ക് പോലെ സംഭവങ്ങളൊക്കെ ഫേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ ഭംഗി തോന്നിക്കുന്നുണ്ട് വണ്ടിക്ക്, അത്യാവശ്യം ബൾക്കിനെസ് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NS 400 ആണെന്ന് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആൾക്കറിയില്ല. അവിടെ പെന്നിൽ പോകുന്നൊരു വണ്ടി, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോണ് ഒരു 120 ഒരു സെക്കൻഡിലൊക്കെ വണ്ടി നമ്മൾ ഓടിച്ച് പോണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു RC390 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയോ ഡൊമിനാർ 400 നമ്മൾ അലക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് റേസ് പിടിക്കാനുള്ള ഒരു മൂഡിൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ NS 200 ആണെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ അടുത്തേക്ക് വരിക. എൻ്റെ ബാക്ക് ഭാഗമൊക്കെ സെക്ഷനൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ അടുത്തെത്തി ഫ്രണ്ട് പോർഷനിലേക്ക് എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഒരു 400cc ആണെന്ന്. അങ്ങനത്തെ ഒരു ക്വാളിറ്റിയും കൂടി ഉണ്ട് വണ്ടിക്ക്. പിന്നെ എന്താ പറയുക, ബാക്കിലത്തെ ടയർ വന്നിരിക്കുന്നത് 140 സെക്ഷൻ ടയറാണ്. കുറച്ചും കൂടി സൈസുള്ളൊരു ടയർ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ടും ഇപ്പോൾ ഡൊമിനാറിനായാലും കുറച്ചുകൂടി സൈസുള്ള ടയർ കൊടുക്കുന്നുണ്ട് സ്റ്റോക്കായിട്ട്. അപ്പോൾ ഇതിനും കുറച്ചും കൂടി സൈസുള്ള ടയർ കൊടുക്കാമായിരുന്നു. അത്യാവശ്യം വീൽ ബേസുള്ളൊരു ടയർ തന്നെയാണ്, എന്ന് വെച്ചാൽ വീൽ ബേസുള്ള വണ്ടി തന്നെയാണ്. എന്താ പറയുക, റിമ്മിനായാലും അത്യാവശ്യം വിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം 180 വരെ ഇട്ടാലും 180 വേണ്ട, ഒരു 170 160 ഒന്നിട്ടാലും വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് വണ്ടി വിടും, അടിപൊളി ലുക്കാണ് വണ്ടി. ബാക്കിലെ ടയർ പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരു ഹെവിനെസ്സാണ് വണ്ടി കാണാൻ. പിന്നെ മഡ് ഫ്ലബുകളൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഇതൊന്നും തട്ടി ഞാൻ അങ്ങൊന്നും കൂടി ഇല്ല കേട്ടോ, അത്രയും ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക 6 സ്പീഡ് ഗിയർ ബോക്സ് അതൊക്കെ തന്നെ കണക്ക് തന്നെ. എന്താ പറയുക 6 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്രിസ്പാണ്,
ഇടാൻ ഓരോ ഫോൾസ് ന്യൂട്രൽ കാര്യങ്ങളൊന്നുമില്ല. ഗിയറൊക്കെ അത്യാവശ്യം ഷാർപ്പാണ് കേട്ടോ. ക്ലച്ച് ഫീലായാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സോഫ്റ്റാണ്. സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല സ്മൂത്താണ്. പിന്നെ നമ്മുടെ ക്ലച്ച് അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെയും അതുപോലെ ഇവിടെയും നമുക്കിതൊക്കെ അഡ്ജസ്റ്റബിളാണ്. അതിനെക്കുറിച്ച് വേറെ കാര്യം പറയുന്നില്ല, അഡ്ജസ്റ്റബിളാണ്. പിന്നെ നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400cc എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമിനാറിൻ്റെ സെയിം എൻജിൻ തന്നെയാണ്. നമുക്കിവിടെ എൻജിന്മ കാണാം 373.27cc 373.27cc. ഇത്രയും നല്ലൊരു എൻജിൻ ബജാജ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു അതിശയമാണ്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വേറെ ഡൊമിനാറുണ്ട് 2017 ആ സമയത്തേക്കാണ് നമ്മുടെ ബജാജിൽ അത്യാവശ്യം എന്താ പറയുക ഹൈ ലെവൽ എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ ഡൊമിനാർ വന്നത്. ആ വന്ന സമയത്ത് വണ്ടിക്ക് ABS ഇല്ലായിരുന്നു. അത് വണ്ടിയുടെ അപ്ഡേഷനിൽ അയാളൊക്കെ അടുത്ത 2018 സംതിങ് ബജാജ് ക്ലിയർ ചെയ്ത് വന്നു. ABS ഡ്യുവൽ ചാനൽ ABS കളൊക്കെ കൊണ്ടുവന്നു. അത് തന്നെ വന്നപ്പോൾ വണ്ടിക്ക് മനസ്സിലായി, എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ബജാജ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കണ്ടറിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുക 2019 വണ്ടിക്ക് USD വർക്ക് കൊണ്ടുവന്നു. അതുപോലെ മീറ്ററിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബജാജ് അത്യാവശ്യം കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനുശേഷം 2020 തോന്നുന്നു, 2020 ആ സമയത്തിലാന്ന് തോന്നുന്നു, നമുക്ക് ടൂറിംഗ് കിറ്റ് കൂടെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. അതൊക്കെ കാണാൻ എന്താ പറയുക വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ അതിലൊരു പ്രത്യേക കളർ വേരിയൻറ്റ് വന്നിട്ട് 2019 ഒരു പ്രത്യേക കളർ വേരിയൻറ്റ് ഒരു ഗ്രീൻ വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബജാജ്. അപ്പോൾ ആ ഗ്രീൻ വേരിയൻ്റ് ആയാലും ഡൊമിനാറിൻ്റെ കാണാൻ നല്ല രസമാണ്. അതുപോലെ പുതിയൊരു ബാക്ക് റെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിവ്യൂക്ക് പോകണ്ട, പറഞ്ഞു ഐഡിയയിലേക്ക് പോകുന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, ആ ഒരു വണ്ടിയിൽ 2017 ബജാജ് കൊണ്ടുവന്നൊരു സംഭവമാണിത്. എൻജിൻ 273cc എൻജിൻ. അതിപ്പോൾ NS 400cc വന്നു. എന്താ പറയുക, ഒരു പുലിക്കുട്ടി എന്ന് തന്നെ പറയാം. അത്രയും പവർഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 PS പവർ ഉണ്ട്. അതുപോലെ 37 Nm സംതിങ് ടോർക്കുണ്ട്. ഇത് മതി സാധാരണക്കാർ ഒരാൾക്ക് അവിടെ എന്താ പറയുക സ്പോർട്സ് ബൈക്ക് എടുക്കുന്ന ഒരു ആഗ്രഹം കൊണ്ട് വണ്ടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആൾ എന്താ പറയുക ഡിസപ്പോയിൻമെൻ്റ് ആവില്ല. അത്രയും ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 185 സംതിങ് എത്രയും കൂടെയാണ്. ഓൺ റോഡിലേക്ക് കിടക്കുമ്പോൾ 240,000 ആവും. 240,000 ആൻഡ് 600 ആണെന്ന് തോന്നുന്നു. 240,600 ആണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇതുവരെ വന്നിട്ടുള്ള ഒറ്റ വണ്ടിയും ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഒരു വണ്ടി 400cc വണ്ടി കൊണ്ടുവന്നിട്ടില്ല. അത് ബജാജിന് മാത്രമേ പറ്റുള്ളൂ. അത് ബജാജിൻ്റെ ഒരു ഐക്കോണിക് സിമ്പലും കൂടിയാണ്. ബജാജിന് മാത്രമേ അത് പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി കൊണ്ടുവരണമെങ്കിൽ ഇത്രയും പ്രൈസ് കട്ടിങ് കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ എന്താ പറയുക ആൾക്കാർ മേടിക്കണമെങ്കിൽ ഇത്ര എന്താ പറയുക പെട്ടെന്നൊരു ഐ കാച്ചിങ്ങുള്ള വണ്ടി കൂടിയാണ്. ആൾക്കാർ മേടിക്കുന്നത് വെച്ചാൽ പ്രൈസ് ഡൗൺ ചെയ്യണം. എന്താ പറയുക വണ്ടിയുടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ബജാജിന് ഇങ്ങനത്തെ ഒരു എന്താ പറയുക സെഗ്മെൻറ്റ് കീഴടക്കാൻ തന്നെ സാധിച്ചതെന്ന് പറയാം. ഇപ്പോൾ ഡൊമിനാർ തന്നെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പുറമെ ഇവിടെ പോയാലും ഡൊമിനാർ തന്നെയാണ് കുറേ വേണം നമുക്ക് ഡൊമിനാർ. എന്ന് വെച്ചാൽ വണ്ടിക്ക് അത്ര ഫാൻ ബേസ് ഉണ്ട്. വണ്ടിക്ക് പവർ ഫീച്ചേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ തരം സംഭവങ്ങളും ഉണ്ടായിരുന്നതിൽ. അപ്പോൾ അതെല്ലാം കൊണ്ട് കുത്തി നിറച്ച് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ പിന്നെ നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഭാഗത്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബോർനെസ് ഉണ്ട്. ഈ ഒരു ക്ലസ്റ്റർ ഫുള്ളായിട്ട് കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗിയായാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കട്ട ഒരു രണ്ട് എന്താ പറയുക ഒരു പെട്ടിക്കട്ട 2 കൊണ്ടുവച്ച പോലെ ആയിപ്പോൾ. അതിൻ്റെ മുകളിൽ എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട്, മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ഇങ്ങനെ കത്തി കിടക്കും. വണ്ടി ഓണാക്കിയാലും ഇല്ലെങ്കിലും കേട്ടോ, ഓണാക്കുമ്പോൾ അങ്ങനെ വണ്ടി ഓഫാക്കിയാലും അങ്ങനെ തന്നെ അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക അത് ഓഫ് ആവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ അങ്ങനെയാണ്, അതിൻ്റെ ഡിസ്പ്ലേ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നല്ല പിന്നെന്താ പറയുക ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പാക്കഡാണ് വണ്ടി. അത്യാവശ്യം ഒരാൾക്ക് വേണ്ട എല്ലാതരം മോഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വിംഗ് കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ കൊടുത്തതെന്ന് നമ്മൾ പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട് ഇത് NSൻ്റെ സെയിം സ്വിംഗ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് തെറ്റാണ്. NS ഓടിക്കുന്നുണ്ട്. NSൻ്റെ സ്വിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വിട്ട് കൂടുതലാണ്, സൈസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. NSൻ്റെ സ്വിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിന് വിട്ട് കൂടുതലാണ് ഈ സൈസിൽ. ഈ ഒരു ഡയമീറ്റർ ഇത് NSൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ NS ആയിട്ട് വലുപ്പമുണ്ട്.
കാണുമ്പോൾ പെട്ടെന്ന് തോന്നിക്കില്ല. നമുക്ക് എടുത്തു പോയി നോക്കി കൈ സെറ്റ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ സംഭവം കുറച്ച് വിട്ടുപോലുണ്ട്. അതുപോലെ ഈ ഒരു ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു ഇതിലേ ഒരു സൈസ് അതും NS-നോട്ടും കുറച്ചുകൂടി പൊടിക്ക് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന സൈസ് മനസ്സിലാവും. NS-ൻ്റെ അതുപോലെ ഡിസ്ക് സൈസ് നോക്കിയാലും മനസ്സിലാവും. ബാക്കിലെ ഡിസ്ക് സൈസൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ്. എന്താ പറയുക, നമുക്ക് ഇതിനെ വണ്ടി കുറിച്ച് മോശം പറയാനായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു. നമ്മൾ കുറേ പ്രഡിക്ഷൻ കൊടുത്തിരുന്നു. വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണം എന്നൊരു പ്രഡിക്ഷൻ നമുക്കുണ്ടായിരുന്നു. ആ ഒരു പ്രഡിക്ഷൻ കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഡിസപ്പോയിൻമെൻ്റ് ആയത്. പിന്നെ നമ്മൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ സെഗ്മെൻറ്റ് കീഴടക്കാൻ പോകണ വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഡ്യൂക്ക് 390 ആയാലും ഇപ്പോൾ പുതിയ മോഡൽ ഡ്യൂക്ക് 390 വന്നല്ലോ. 390 എന്ന് പറയുമ്പോൾ 399cc ആണ് വന്നത്. അപ്പോൾ ആ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴായാലും വണ്ടി നമുക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. ഇതിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നമ്മൾ കുത്തി നിറച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബജാജ് എന്ന വണ്ടി. അപ്പോൾ ഈ വണ്ടി വെച്ച് നമുക്ക് വേറെ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി ഡൊമിനാർ അതുപോലെ 390 ഈ കേരളീയ നമ്മുടെ സെഗ്മെൻറ്റ് ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ 2 ബ്രാൻഡുകളൊന്നും ഉണ്ടായിരുന്നു. പുതിയ ബ്രാൻഡല്ല, അതൊരു ഹൈ ലെവൽ ബ്രാൻഡുകളായിരുന്നു. അതിപ്പോൾ ലോ പ്രൈസിങ്ങിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു പ്രൈസിങ്ങിൽ രണ്ട് മൂന്ന് വണ്ടി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ട്രയംഫിൻ്റെ സ്പീഡ് 400 വന്നിട്ടുണ്ട്. അതുപോലെ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400X വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എന്താ പറയുക ഹാർലി ഡേവിഡ്സൺ 440 വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പ്രൈസ് റേഞ്ചുള്ളൊരു വണ്ടിയായിരുന്നു. അത്യാവശ്യം എന്താ പറയുക പണക്കാരെ വണ്ടികൾ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു വണ്ടിയായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഇറക്കിയിട്ടുണ്ട് പല ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട്. അവരെ സൗണ്ടിൽ തന്നെ സൗണ്ട് വല്ല വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ വണ്ടിയായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യണത് ഇപ്പോൾ വേറെ ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ NS എന്നുള്ള സിമ്പിൾ വണ്ടിയുമ്പോൾ കുറവാണ്. അതാണ് എനിക്കൊരു ഇതായത്. പിന്നെ NS 200 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴായാലും 200 നമ്മുടെ ടാങ്കും തന്നെ വലിയ സൈസിൽ രണ്ട് വലുപ്പത്തിൽ അങ്ങോട്ട് 200 എഴുതിയിട്ടുണ്ട്. ഇതിൽ ബാക്കിൽ ഈ ഒരു പീസ് മാത്രമാണ് NS 400C എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. വേറെ ഒറ്റ സ്ഥലത്തില്ല. കാണാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വണ്ടിക്ക്, വേറെ മോശം കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് എന്താ പറയുക NS എന്ന് പറഞ്ഞൊരു സിമ്പിൾ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ മറ്റേ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 200 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് പവർ കൂടുതലുണ്ട്, അതും അറിയാലോ. പിന്നെ ഈ ഒരു സ്റ്റിക്കർ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 200 കണ്ടു വന്നിട്ട് 400 എന്ന് പറയും. പിന്നെ അടിയിലത്തെ പീസിൽ 400 എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കണ്ട, അത് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അടിയിലത്തെ പീസിൽ 400 വന്നിട്ടുണ്ട്. അണ്ടർവെൽ എക്സോസ്റ്റാണ് വന്നത്. ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയും തന്നെ വണ്ടിക്ക്. ഇവിടെ ഡൊമിനാറിൻ്റെ പോലത്തെ ഒരു എക്സോസ്റ്റ് ആയാലും വണ്ടിക്ക് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്. സ്പ്രോക്കറ്റുകളെ വലുതാക്കിയിട്ടുണ്ട്, അപ്പോൾ കാണാൻ പറ്റും. എന്താ പറയുക, വണ്ടി ഒരു പുലിക്കുട്ടി തന്നെയാണ്, മോശമാരും പറയില്ല. നമുക്ക് വെറുതെ വണ്ടിയെ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. നല്ല നോയ്സ് ഉണ്ട്, ആൾക്കാർ കുറേ ഉണ്ട്, വണ്ടികൾ കുറേ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. ഇതാണ് വണ്ടിയുടെ ഐഡിയൽ സൗണ്ട്. എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നല്ല സൗണ്ട് ഉണ്ട്, നോയ്സ് ഉണ്ട്, വണ്ടികൾ കുറേ പോകുന്നുണ്ട്. റോഡ് സൈഡിലാണ്, ഷോറൂമിൽ വെച്ചിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഐഡിയൽ സൗണ്ട് ഇതാണ്. വണ്ടി റേസ് ചെയ്യുമ്പോഴുള്ള ശബ്ദം നമുക്ക് നോക്കാം. അത്യാവശ്യം ലൗഡ് തന്നെയാണ് നമുക്കിപ്പോൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ പറയുക, ഈ സെയിം സൗണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഡൊമിനാറിൻ്റെ. നമുക്ക് വേറെ കമ്പാരിസൺ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ സെയിം സൗണ്ട് തന്നെയാണ് തോന്നുന്നു ഡൊമിനാറിൻ്റെ. നമുക്ക് ഈ പക്ഷേ അണ്ടർവെൽ എക്സോസ്റ്റ് വരുമ്പോൾ സാധാരണ ആൾക്കാർ ചിന്തിക്കും ഇത്രയും ചെറിയൊരു എക്സോസ്റ്റിൽ ഇത്ര സൗണ്ട് അങ്ങനെ വരിക, അങ്ങനെ ചിന്തിക്കും 400cc ഒരു വണ്ടിക്ക് വേണ്ട സൗണ്ട് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നേരിട്ട് വണ്ടി വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. സീറ്റ് ആയിട്ടും നമുക്ക് ആവശ്യത്തിന് തന്നെ ഉള്ളൂ. അത്ര 170 സംതിങ് അത്രയും കൂടെ ഉള്ളൂ. നമുക്ക് ആവശ്യം ഒരു നോർമൽ ഹൈറ്റുള്ള ഒരു 5.5 മുകളിൽ ഉള്ള ഒരാൾക്കാരും അത്യാവശ്യത്തിന് വണ്ടി സിമ്പിളായിട്ട് വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വണ്ടി ഓടിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അത്യാവശ്യം പവർഫുള്ളാണ്. എന്താ പറയുക, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂ. ആർക്കാരും കയറുന്ന വണ്ടി കാലെത്തും. പിന്നെ എന്താ പറയുക, നമുക്ക്
ബിഗിനർ ഫ്രണ്ട്ലി ഞാൻ പറയില്ല, അത്യാവശ്യം പവർഫുള്ളാണ് വണ്ടി. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വെച്ചാൽ നമ്മൾ കമ്പയർ കൂടി ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഡ്യൂക്ക് 300 ഓടിച്ച ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അത്യാവശ്യം ക്വിക്കാണ്. റൈഡ് ബെയർ ടെക്നോളജികളിലേക്കാണല്ലോ വരുന്നത്. നമുക്കിപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ കേബിൾ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഈ കേബിൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സെൻസർ വൈസാണ് നമുക്ക് കേബിൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കേബിളില്ല, ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻസറിലാണ്. അത് കാരണം പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പക്ക റെസ്പോൺസിബിളായിരിക്കും ഈ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ. വണ്ടിനെ കുറിച്ച് എന്താ പറയുക മോശമായിട്ട് പറയാം, എനിക്ക് അത്ര ഇഷ്ടമായിട്ടോ. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക 2015 NS 200 ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. വണ്ടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന്. പക്ഷേ നമ്മൾ ചെറുതാണ്, നമുക്ക് അത്ര ഫണ്ട് കയ്യിലുണ്ടായിരുന്നില്ല. വീട്ടുകാർ പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ശോകാവസ്ഥയായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വണ്ടി ഒരു പുലിക്കുട്ടിയാണ്. വണ്ടി എടുക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹമുള്ള ഒരാളാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ NS 400 കേട്ടോ. NS 200 എടുക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. NS 400 എന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഡോമിനാർ 400 ഇറങ്ങി. ഡോമിനാർ 400 എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഡ്രീമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്രയും ഐക്കോണിക്കാണ്. വണ്ടി സൗണ്ട് ആയാലും വണ്ടി എവിടെ നിന്ന് വരുന്നതിൻ്റെ സൗണ്ട് വരും. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴായാലും അതെ, കുഞ്ഞെ കുട്ടികളായിരിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴായാലും അതെ, നമ്മൾ ഡോമിനാർ പോകുമ്പോഴോ ഇങ്ങനത്തെ വണ്ടികൾ പോകുമ്പോൾ നമ്മൾ അപ്പം നോക്കും. എന്നാൽ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധ വെച്ചിട്ട് നമ്മൾ വണ്ടി പോകുന്നത് നോക്കും. അതുപോലത്തെ ഒരു സൗണ്ടുകളൊക്കെയാണ് ആ വണ്ടിയുടെ ഒരു എന്താ പറയുക ഐക്കോണിക് സിമ്പിളാണെന്നൊക്കെ പറയാം. വേറൊറ്റ വണ്ടികൾ ഇങ്ങനെ ഒരു സൗണ്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡ്യൂക്ക് 390 വന്നു, അതിൻ്റെ പഴയൊരു ഡ്യൂക്ക് 390 ഉണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഗംഭീര സൗണ്ടായിരുന്നു. ആ സൗണ്ടൊക്കെ കളഞ്ഞില്ലേ അവർ അപ്ഡേഷൻ ലെവലൊക്കെ വന്നപ്പോൾ. പുതിയ പേരെന്ന് പറയുമ്പോൾ സൗണ്ടേ ഇല്ല. ഫുള്ള് നമ്മുടെ ഇലക്ട്രിക് വണ്ടി പോകണ പോലെ ഡ്യൂക്ക് 390 ഒക്കെ പോകണത് സൗണ്ടില്ലാണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ഇൻട്രസെപ്റ്റല്ല പോയത്. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 400cc സെഗ്മെൻറ്റിൽ എനിക്ക് എന്താ പറയുക ഭരിക്കാൻ പോകുന്ന രാജാവ് തന്നെ പറയാം. നമുക്ക് വേണ്ടി ഒരു 2,40,000 രൂപയ്ക്ക് അത്രയും പുറത്താണ്. നമുക്ക് വേറെ ഒറ്റ വണ്ടി കമ്പയർ ചെയ്ത് അത്രയും പുറത്താണ് വണ്ടി. ആർക്ക് വേണമല്ലോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. നമ്മുടെ ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവുകൾക്ക് എല്ലാം എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. റിവ്യൂ കാര്യങ്ങൾക്ക് മാത്രം ഇപ്പോൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അവർ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കിപ്പോൾ 1 മന്ത് അല്ലെങ്കിൽ 2 മന്തിന് ശേഷമാണ് നമുക്കിപ്പോൾ മെയിൻ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂസിന് വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂസിന് പോസിബിൾ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാനായിട്ട് ലോങ് ടൈം റിവ്യൂ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഷോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് ഷോറൂമിൽ നിർത്തി വെച്ചിട്ട് നമുക്ക് റിവ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യാം. അതിന് വേറെ കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ പൊന്നോ, ഈ വണ്ടി വരുന്ന പറഞ്ഞപ്പോഴാണ് ഉണ്ടല്ലോ നമ്മൾ ഈ വണ്ടി ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ വണ്ടി ലീക്സ് ഇറങ്ങിയിരുന്നു. ആ വണ്ടി ഇറങ്ങി ആ ലീക്കുകൾ കണ്ടിട്ട് തന്നെ ആൾക്കാരുടെ എന്താ പറയുക തൊരപൊട്ടി എന്ന് പറയാം. വെച്ചാൽ അത്രയും ബൾക്കിനെസ് ഉള്ള ഒരു സൈസുള്ള ഒരു ലീക്കേഴ്സ് ആയിരുന്നു വന്നത്. ആ ലീക്കുകൾ കണ്ടിട്ട് ഈ വണ്ടി ശരിക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഡിസപ്പോയിൻമെൻ്റ് ആയി. എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കണ്ടതിന് ശേഷം ആ ലീക്ക് കണ്ടതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈനൊക്കെ കണ്ടതിന് ശേഷം ആൾക്കാരും ഡിസപ്പോയിൻമെൻ്റ് ആയി. അതൊന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കാണുന്ന പോലെയല്ല. വേറെ ആൾക്കാരുടെ വീഡിയോയിലോ അല്ലെങ്കിൽ റിവ്യൂലോ ഇപ്പം എൻ്റെ റിവ്യൂവിൽ നിങ്ങൾ കാണുന്നുണ്ട്, വണ്ടി കാണുന്ന പോലെയല്ല. നമ്മൾ നേരിട്ട് എന്താ പറയുക റിവ്യൂവിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് കാണണം വണ്ടി. അതാണ് വണ്ടിയുടെ പവർ. അത്രയും സൈസ് ഉണ്ടെന്ന് നമ്മൾ ഹെഡ്ലൈറ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഈ സൈസ് എന്ത് രസമെന്നറിയോ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ബൾക്കിനെസ് ഉള്ള ഹെഡ് തന്നെയാണ്. NS 200 ഓടിക്കുന്നുണ്ട്. തന്നെ 200 ഹെഡ് ആയാലും പുതിയ അപ്ഡേഷനിൽ അവർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 400. പക്ഷെ എൻ്റെ മോനെ അതിൽ പലരും പറയുന്നുണ്ട് എന്താ പറയുക N160 N250 വന്ന പോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ആണെന്നുണ്ട്. പക്ഷെ അതൊരിക്കലല്ല, അത് തെറ്റാണ്. നമ്മൾ വണ്ടി നേരിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വണ്ടി എവിടെ പോയാലും ആൾക്കാർ നോക്കും. വണ്ടി സൗണ്ട് കേട്ടിട്ടാലും ഈ വണ്ടി സൗണ്ട് കേട്ടിട്ട് ചിലപ്പോൾ ഡൊമിനാറാണെന്നാണ് വിചാരിക്കുക. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ടിൽ ഇപ്പോൾ ഡൊമിനാറായിരുന്നു കീഴടക്കിയിരുന്നത് ഈ സൗണ്ട് വെച്ചിട്ട് കേട്ടോ. ഈ CC-യിലും ഈ സൗണ്ടിലും ഡൊമിനാറായിരുന്നു ഇത്ര നാൾ തലസിയിരുന്നത് റോഡിൽ. ഇനി ഇവനെ നമുക്ക് കാണാൻ പറ്റും. വണ്ടിയുടെ എന്താ പറയുക വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞത് ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സാണ്. ഒരു 1 വീക്ക് ടൈമും അതിനുള്ളിൽ വണ്ടി ഡെലിവറി കിട്ടും, ഷുവറാണ്. അവർ പറഞ്ഞത് അറൗണ്ട് ഒരു 46,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും, EMI ഇറക്കാൻ പറ്റും. ഒരു 48 മന്ത് വരെ നമുക്ക് കിട്ടും. അതിന് കൂടുതൽ കിട്ടും 2 കൊല്ലം 3 കൊല്ലത്തിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരോ സ്കീമുകളനുസരിച്ചിരിക്കും. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് കിടക്കുന്നില്ല. നമുക്ക് വണ്ടിയുടെ റിവ്യൂ തന്നെയാണ് നമുക്ക് മെയിൻ. വണ്ടി എൻ്റെ പൊന്നോ, ഇത്രയും നല്ലൊരു വണ്ടി എൻ്റെ ലൈഫിൽ ഞാൻ ഓടിച്ചില്ല പറയാം. ഈ സെഗ്മെൻറ്റിൽ കേട്ടോ
വേറൊറ്റ വണ്ടിക്ക് ഇതുപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തന്നെ കുറേ ഉണ്ട്. അതൊന്നും അധികം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഒരു സ്ഥലത്ത് വെച്ച് നിർത്തി വെച്ച് റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ നമുക്ക് ടൈമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്ത് തരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ റിവ്യൂസുകളൊന്നും പോയി ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ റിവ്യൂസ് വരുന്നെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ റിവ്യൂസൊക്കെ ഇനി വരിക. അപ്പോൾ ആ കാര്യത്തിലൊന്നും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പുതിയ ഷിങ്ങാം അതുപോലെ ചെയ്സ് കാര്യങ്ങളൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല, ഭംഗിയില്ല കേട്ടോ വണ്ടിക്ക്. പറയുന്നതിനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയുക, അത്ര ഇഷ്ടമുള്ള വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് റിവ്യൂ ക്ലോസ് ചെയ്യാം. നമുക്ക് വണ്ടി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ബജാജ് ഗ്രാൻഡ് ബജാജാണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ്. നമുക്ക് വണ്ടി സഹായിച്ചാൽ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ട് സഹകരിച്ചതിൽ ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗായിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ഓക്കെ.